വൈസ് പ്രസിഡന്റ്, നമ്മുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ATO, നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാനായിട്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ടക്ടർ ഷാജു, അതുപോലെ തന്നെ ഈ വാർഡിലെ കൗൺസിലർ ജയൻ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സ്, മറ്റ് പാർട്ടി പ്രതിനിധികളെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും നല്ല കണ്ടക്ടർ സംസ്ഥാന തലത്തിൽ നമുക്ക് നമ്മുടെ ഷാജുവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മളെ മികച്ച കണ്ടക്ടർക്കുള്ള പ്രഥമ അവാർഡ് അങ്കമാലി ഡിപ്പോയിലുള്ള ഷാജുവിന് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് ശ്രീ റോജിയൻ ജോൺ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി തൊട്ടു പിന്നാലെ നീറ്റ് പരീക്ഷ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഫസ്റ്റ് റാങ്ക് അയ്യമ്പഴ അങ്കമാലി മണ്ഡലക്കാരനാണ്. KSRTC അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അത് അങ്കമാലിക്കാർക്കാം ഐശ്വര്യമുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തുടനീളം KSRTC കണ്ടക്ടറുള്ള അവാർഡ് നടക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് വേറൊന്നും പറയാനില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ള നിർദ്ദേശം മാത്രമേ ഉള്ളൂ. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന അതിനകത്ത് ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകൾ, നമ്മളും പണ്ട് ഉദ്യോഗാർത്ഥികളാവുന്നതിന് മുമ്പ് നമുക്കൊരു അനുഭവമുണ്ട്. ആ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ ഓരോ ഓഫീസുകളിലും ഓരോ സ്ഥാപനങ്ങളുടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾ ഒരു ആവശ്യമായി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകണം. അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മനോഗത നമുക്കുണ്ടാകണം. ഇന്ന് ബഹുമാനപ്പെട്ട ഷാജുവിന് ഈ അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്കമാലിയിൽ മാത്രമല്ല ഈ കേരള സംസ്ഥാനത്തൊട്ടൊക്കെ ഇത്തരത്തിലുള്ള കണ്ടക്ടർമാർ ഉണ്ടല്ലോ എന്നുള്ളൊരു ആകാംക്ഷ ജനങ്ങളുണ്ട്. സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്ത് KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ ശോചനാവസ്ഥയിൽ പോകുന്ന ഒരവസ്ഥയാണ്. ഇത്തരത്തിലുള്ള കണ്ടക്ടർമാരുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തൊട്ടൊക്കെ ഈ KSRTC എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നമുക്ക് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കും ഇവിടുത്തെ ഓരോ കേൾക്കുന്ന ഓരോ ജനങ്ങൾക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ തൊഴിലാളി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പ്രിയ ഷാജു അടക്കമുള്ള ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, ഷാജുവിന് ഇങ്ങനെ അങ്കമാലിയിലെ KSRTC ഡിപ്പോയ്ക്ക് അഭിമാനകരമായ നേട്ടം ഷാജുവിന് കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. ഇനിയും ഉത്തരവാദിത്വം ഷാജുവിനും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും അച്ചീവ്മെന്റ് ഉണ്ടാകാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ചെയർപേഴ്സൺ, മറ്റ് ജനപ്രതിനിധികൾ, സുഹൃത്തുക്കളെ, ഇവിടെ ശ്രീമതി പറഞ്ഞതുപോലെ നമ്മൾ ഏത് ജോലി ചെയ്യുന്നു എന്നതിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി 100% വിശ്വസതയോടുകൂടി ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ KSRTCയുടെ ദീർഘകാലം കണ്ടക്ടറായി ജോലി ചെയ്ത ഷാജു സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച ഒരു പദ്ധതിയില് ഓരോ മാസവും മികച്ച കണ്ടക്ടർ, അതുപോലെ തന്നെ മികച്ച ഡ്രൈവർ കേരളത്തിലെമ്പാടും അത് തെരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ മാസം തെരഞ്ഞെടുക്കപ്പെട്ട കണ്ടക്ടർ അദ്ദേഹം നമ്മുടെ ഈ അങ്കമാലി ഡിപ്പോയിൽ തന്നെയുള്ള ആളാണ് എന്നുള്ളതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ഷാജുവിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്, അഭിനന്ദനങ്ങളും നേരുകയാണ്. സാധാരണ സർക്കാർ ജീവനക്കാരെ കുറിച്ചൊക്കെ ആളുകൾക്കുള്ള ഒരു പരാതി, അവര് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അല്ലെങ്കിൽ ജനങ്ങളോടുള്ള അവരുടെ ഒരു സേവനം അത് നടത്തി മുന്നോട്ട് പോകുന്നതിൽ പലപ്പോഴും പലതരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു വരാറുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ തയ്യാറായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു അവാർഡ് കരസ്ഥമായത്. അത് ഇവിടെ ഇതുപോലെ ഒരു അവാർഡ് ഏർപ്പെടുത്തുന്നതും അത് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ വെച്ചുള്ള ഇങ്ങനെ ചെറിയ ചടങ്ങ് സംഘടിപ്പിച്ച് നമ്മളത് അദ്ദേഹത്തെ ഒന്ന് അനുമോദിക്കാമെന്ന് തീരുമാനിച്ചത് അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകണം, മറ്റുള്ളവർക്കും ഒരു മാതൃകയാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ഷാജുവിന്റെ ഈ പുരസ്കാരം എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്ന്
ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തുടർന്നും മാതൃകാപരമായി സേവനമനുഷ്ഠിക്കുവാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നു നിർത്തുന്നു. നമസ്കാരം. അങ്കമാലി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വർഗീസ് സാറിനെ ആദ്യം ക്ഷണിക്കുന്നു. നമുക്ക് താങ്ക് യു. മാമിന്റെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കുന്നു. സാജിൻ സാർ. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് നിന്നിട്ട് ബാക്കി നന്ദി.